നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. ഇന്ത്യയുടെ 5ാം തലമുറ യുദ്ധവിമാന പദ്ധതിയായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിന്റെ നിർണായക പരിശോധനകൾ നടന്നു വരുന്നതായി സൂചന. നിലവിൽ റഡാർ പരിശോധനകൾ നടക്കുന്നതായിട്ടാണ് വിവരം. സമീപകാലത്ത് പുറത്തുവന്ന ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്നാണ് ഇത്തരം സൂചന ലഭ്യമായത്. ഹൈദരാബാദിലെ ദുണ്ടിഗലിലുള്ള പ്രത്യേക റഡാർ ക്രോസ് സെക്ഷൻ അഥവാ RCS പരിശോധനാ കേന്ദ്രത്തിൽ ഈ യുദ്ധവിമാനത്തിന്റെ യഥാർത്ഥ വലുപ്പത്തിലുള്ള ഒരു മോഡൽ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് ഈ ഒരു അഭ്യൂഹം പ്രചരിച്ചത്. ഗ്രൗണ്ട് ടെസ്റ്റിങ്ങിനും ഡിസൈൻ സവിശേഷതകൾ പരിശോധിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനാൽ പലപ്പോഴും അയൺ ബേഡ് എന്ന് വിളിക്കപ്പെടുന്ന ഈ ജെറ്റ് മാതൃക ഒരു പ്രത്യേക കേന്ദ്രത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു. വ്യോമയാന മേഖലയിൽ ഒരു പുതിയ വിമാനം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ സുരക്ഷയും പ്രവർത്തനക്ഷമതയും ഉറപ്പാക്കാൻ നിലത്ത് വെച്ച് നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സിസ്റ്റം ഇൻ്റഗ്രേഷൻ പരീക്ഷണമാണ് അയൺ ബേഡ് ടെസ്റ്റിംഗ്. ലളിതമായി പറഞ്ഞാൽ, വിമാനം യഥാർത്ഥത്തിൽ പറക്കുന്നതിന് മുൻപ് അതിൻ്റെ ഉള്ളിലെ പ്രധാനപ്പെട്ട എല്ലാ യന്ത്രസാമഗ്രികളും കമ്പ്യൂട്ടറുകളും ഒന്നിച്ചു ചേർത്ത് നിലത്തുണ്ടാക്കുന്ന ഒരു മോഡൽ അല്ലെങ്കിൽ ഒരു ലാബ് മോഡലാണിത്. സൈനിക ഉപകരണങ്ങളെ റഡാറുകൾക്ക് എത്രത്തോളം എളുപ്പത്തിൽ കണ്ടെത്താനാകും എന്ന് കൃത്യമായി അളക്കാൻ വേണ്ടിയാണ് ഈ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പറക്കുന്ന ഒരു പ്രോട്ടോടൈപ്പ് വിമാനം ആകാശത്തേക്ക് ഉയരുന്നതിന് മുൻപ് അതിൻ്റെ സ്റ്റെൽത്ത് സവിശേഷതകൾ കുറ്റമറ്റതാണെന്ന് ഉറപ്പാക്കാൻ ഇത്തരം ഗ്രൗണ്ട് ടെസ്റ്റുകൾ അത്യാവശ്യമാണ്. ഉപഗ്രഹ ചിത്രങ്ങളിലെ ശ്രദ്ധേയമായ ഒരു കാര്യം, വിമാനത്തിന്റെ മാതൃകയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അകലെയായി ഒരു റഡാർ സിസ്റ്റം സ്ഥാപിച്ചിട്ടുണ്ട് എന്നതാണ്. ഒരു വിമാനം റഡാർ തരംഗങ്ങളെ എങ്ങനെ പ്രതിഫലിപ്പിക്കുന്നു എന്ന് കൃത്യമായി പരിശോധിക്കുന്നതിന് വേണ്ടിയാണിത്. ഇത്തരം സജ്ജീകരണങ്ങളിൽ എഞ്ചിനീയർമാർ ഒരു ട്രാൻസ്മിറ്റർ ഉപയോഗിച്ച് സിഗ്നലുകൾ അയക്കുകയും വിമാനത്തിൽ തട്ടി തിരിച്ചു വരുന്ന സിഗ്നലുകൾ ഒരു റിസീവർ ഉപയോഗിച്ച് പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. ഈ പ്രതിഫലനങ്ങളെ സൂക്ഷ്മമായി പരിശോധിക്കുന്നതിലൂടെ ശത്രുക്കളുടെ റഡാറുകൾക്ക് വിമാനത്തെ ഏതു തരത്തിൽ കണ്ടെത്താൻ കഴിയുമെന്ന് വിലയിരുത്താനും സാധിക്കും. ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് ലഭ്യമായ വിവരങ്ങൾ പ്രകാരം കൃത്യമായ റഡാർ ഏതാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ലെങ്കിലും നിലവിൽ ഉപയോഗിക്കുന്ന സംവിധാനം ഒരു വെരി ഹൈ ഫ്രീക്വൻസി അഥവാ VHF ആന്റി സ്റ്റെൽത്ത് റഡാർ ആണെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഈ പരീക്ഷണത്തിനായി ഉപയോഗിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള 2 സംവിധാനങ്ങൾ തദ്ദേശീയമായി വികസിപ്പിച്ച സൂര്യ VHF റഡാർ അല്ലെങ്കിൽ DRDO ബെൽ VHF SR എന്നിവയാണ്. വെരി ഹൈ ഫ്രീക്വൻസി സർവൈലൻസ് റഡാർ എന്നതിന്റെ ചുരുക്കെഴുത്താണ് VHF SR. ബംഗളൂരു ആസ്ഥാനമായിട്ടുള്ള ആൽഫ ഡിസൈൻ ടെക്നോളജീസ് വികസിപ്പിക്കുകയും 2025 ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാവുകയും ചെയ്ത സൂര്യ VHF റഡാർ 360 കിലോമീറ്റർ വരെയുള്ള ദൂരത്തിലുള്ള ലക്ഷ്യങ്ങളെ പോലും കൃത്യമായി നിരീക്ഷിക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഒരു 3D റഡാർ ആണെന്ന് ഓപ്പൺ സോഴ്സ് വിവരങ്ങൾ വ്യക്തമാക്കുന്നു. VHF SR റഡാർ വിപുലമായ സാങ്കേതിക വിദ്യയും നീളമേറിയ തരംഗ ദൈർഘ്യവും ഉപയോഗിച്ച് 300 കിലോമീറ്ററിലധികം അകലെയുള്ള സ്റ്റെൽത്ത് വിമാനങ്ങളെ പോലും കണ്ടെത്താൻ ശേഷിയുള്ളതാണ്. ഇത്തരം റഡാറുകൾക്കെതിരെ AMCയെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുക എന്നത് ആധുനിക യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. സാധാരണയായി ഉപയോഗിക്കുന്ന മിക്ക റഡാറുകളിൽ നിന്നും മറഞ്ഞിരിക്കാനാണ് സ്റ്റെൽത്ത് വിമാനങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതെങ്കിലും കൂടുതൽ തരംഗ ദൈർഘ്യമുള്ള ഇത്തരം സംവിധാനങ്ങൾക്ക് ചിലപ്പോൾ ഇവയെ കണ്ടെത്താൻ കഴിഞ്ഞേക്കും. രൂപകൽപ്പനയുടെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇത്തരം റഡാറുകൾക്കെതിരെ ഈ യുദ്ധവിമാനം പരിശോധിച്ച് ഉറപ്പുവരുന്നതിലൂടെ എഞ്ചിനീയർമാർക്ക് വിമാനത്തിന്റെ ഡിസൈനിലുള്ള ഏതൊരു പോരായ്മയും കണ്ടെത്താനും എല്ലാത്തരം റഡാർ സാങ്കേതിക വിദ്യകളിൽ നിന്ന് ഇത് പൂർണ്ണമായും മറഞ്ഞിരിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ വിമാനത്തിന്റെ ആകൃതിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും സാധിക്കുന്നു. നിലവിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ അയൺ ബേഡ് MCAയുടെ അന്തിമ രൂപമാകണമെന്നില്ല എന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. യുദ്ധവിമാനങ്ങളുടെ രൂപകൽപ്പനകൾ സാധാരണയായി അവയുടെ നിർമ്മാണ ഘട്ടത്തിൽ പലതവണ മാറ്റങ്ങൾക്ക് വിധേയമാകാറുണ്ട്. യഥാർത്ഥത്തിൽ പറക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോട്ടോടൈപ്പ് പതിപ്പ് നിർമ്മിക്കുന്നതിന് മുൻപ് വിമാനത്തിന്റെ ആകൃതി, അതിന്റെ മറ്റു ഭാഗങ്ങൾ എങ്ങനെ ഒരുമിച്ച് ഘടിപ്പിക്കാം എന്ന കാര്യം, അതുപോലെ അതിന്റെ സ്റ്റെൽത്ത് സവിശേഷതകൾ എന്നിവ പരിശോധിക്കാനാണ് ഇത്തരം മോഡലുകൾ ഉപയോഗിക്കുന്നത്. അതേസമയം സർക്കാർ ഏജൻസികളൊന്നും തന്നെ ഈ റഡാർ പരീക്ഷണങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതിനായി ഉപയോഗിക്കുന്ന റഡാർ സംവിധാനങ്ങളെക്കുറിച്ചോ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അതിനാൽ തന്നെ സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നിന്ന് ലഭ്യമായ വിദഗ്ധരുടെ ഒരു നിഗമനം മാത്രമാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ.